ഏയ് കാസ ഇങ്ങോട്ട് വാ. കൂസ ഇങ്ങോട്ട് വാ. കുട്ടി മിണ്ടല്ലോ. കുട്ടി എന്തെങ്കിലും ഒന്നും മിണ്ടുന്നേ. കാസ കുഞ്ഞാടുകൾക്ക് മറ്റേ തുമ്പത്തെ കോയമാര് വേണം, എന്നാലൊരു ഇളക്കം തട്ടു അല്ലേ. ധർമ്മസ്ഥലയിലെ കൊലപാതകങ്ങൾ, ഛത്തീസ്ഗഡിലെ അക്രമങ്ങളാൽ മറയ്ക്കപ്പെടുന്നു. നവമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും, എന്തിനു പറയുന്നു ജനങ്ങൾ വരെ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അങ്ങ് ഛത്തീസ്ഗഡിലേക്കാണ്. ഒരർത്ഥത്തിൽ അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ചിരിക്കുകയല്ലേ. ധർമ്മസ്ഥലയിൽ കുഴിയെടുത്തു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുമോ? ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദികൾ? ആരൊക്കെയാണ് ഇത് മറക്കാൻ ശ്രമിക്കുന്നവർ? നമ്മുടെ രാജ്യത്തിൻ്റെ നാനാദിക്കിൽ നിന്നും ഒരുപാട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. ധർമ്മസ്ഥയിൽ കുഴിയെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പെൺകുട്ടികളുടെ മൃതദേഹങ്ങളെല്ലാം അവിടെ കാണുമോ? ഛത്തീസ്ഗഡിലെ ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമം വെൽ പ്ലാനഡോ? തങ്ങളുടെ അനിഷ്ടക്കാരുടെ ചെറുതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ രാത്രി ഉറക്കമുളച്ചുകൊണ്ട് TV ചാനലുകളിൽ വന്നിരുന്ന് കുരക്കുന്ന കപട മാതൃരാഷ്ട്ര സ്നേഹം തുളുമ്പുന്ന ഒരുത്തിനെയും ഒരുത്തിയെയും ധർമ്മസ്ഥലയിലെ കൊലപാതക ചർച്ചകളിൽ കാണുന്നില്ലല്ലോ.